So, welcome to this session. Today, BPSC 134 ഏഴാമത്തെ യൂണിറ്റ് ആണ് എടുക്കുന്നത്. ഏഴാമത്തെ യൂണിറ്റ് 7 സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ അതിനെ പറ്റിയിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫെഡറൽ സിസ്റ്റം. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫങ്ഷൻ ചെയ്യാൻ കണ്ടമാനം അവരുടെ പൈസ ഇല്ല. ചെറിയ ടാക്സ്, അതേമാതിരി അത് പറയാം ഏതെല്ലാം വിധത്തിലാണ്. അത്തരത്തിലുള്ളതിൽ ബാക്കിയൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എയ്ഡ് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സാലറി, എംപ്ലോയീസിന്റെ പെൻഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ എങ്ങനെയാണ്, അതായത് ചില സ്റ്റേറ്റിലത്തെ വളരെ സിറ്റുവേഷൻ വളരെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് വളരെ ഗൗരവമായുള്ള ചിലതാണ്. അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ റവന്യൂ, സാലറിയും പെൻഷനും കൊടുക്കാൻ മാത്രമേ പറ്റൂ. അതെല്ലാം കുറെ സ്റ്റേറ്റുകൾ അങ്ങനെയുണ്ട്. ചില സ്റ്റേറ്റുകൾ വളരെ പ്രോസ്പെറസ് ആണ്. അത് പല കാരണങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ മിക്കവാറും സ്റ്റേറ്റിലെ പൈസ സഫീഷ്യന്റ് അല്ല ഡെവലപ്മെന്റൽ വർക്കേഴ്സ്. നോ ഹിയർ ഇഫ് എന്താണ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, അതിന്റെ ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടന്റ്, എങ്ങനെയാണ് ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ പവർ എന്താണ്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ അതായത് SFC പറഞ്ഞ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, SFC ഫൈനാൻസ്, അതായത് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ പവർ എന്താണ്, ഫങ്ഷൻ എന്താണ്, അത് ഏത് വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു അവലോകനം. ഇതിന്റെ ഓബ്ജക്റ്റീവ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഫൈനാൻസ് കമ്മീഷന്റെ, ഓരോരോ ഉദ്ദേശത്തിലാണല്ലോ, ഉദ്ദേശ ശുദ്ധിക്ക് വേണ്ടി ഇതാണ് നമ്മൾ ഓരോരോ എസ്റ്റാബ്ലിഷ്മെന്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ അതില് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ദ ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ. അപ്പൊ ഒന്ന്, ഈ ഫൈനാൻസ് കമ്മീഷൻ ഓരോരോ സ്റ്റേറ്റിലും ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിലുള്ള മാതിരി ഓരോരോ സ്റ്റേറ്റിലും ഫൈനാൻസ് കമ്മീഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഒറിജിൻ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്, അതിനെ പറ്റിയിട്ടാണ് ഒന്നും നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമത് അതിന്റെ കോമ്പോസിഷൻ, അതായത് എങ്ങനെയാണ് അത് രൂപവൽക്കരിക്കുന്നത് എന്നും, പിന്നെ അതിന്റെ പവറും ഫങ്ഷൻ എന്താണെന്നും, ഓരോരോ സ്റ്റേറ്റിന്റെ അതിന്റെ മാത്രമല്ല റോൾ ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, അതായത് അതിന്റെ പ്രാധാന്യം, അവർ ചെയ്യുന്ന ഓരോരോ റോള് എത്രത്തോളം സഫലമാണ് അല്ലെങ്കിൽ പ്രോപ്പർ ആണ് എന്നും കൂടി ഒരു ഓവർവ്യൂ. ഓക്കെ, ഇത് ഇൻ എ ഫെഡറൽ സെറ്റപ്പ്, അത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻ എ ഫെഡറൽ സെറ്റപ്പ്, along with the balancing of functions and powers, there is a crucial issue of distribution of financial resources between the union and other units of the government. അപ്പൊ അതാണ് പറഞ്ഞത്. ആദ്യം നമ്മള് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ട, സെൻട്രൽ ഗവൺമെന്റ് പല വിധത്തിലും പല ടാക്സും മറ്റേത് ഉണ്ടല്ലോ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഈക്വലി. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫണ്ട്സ്, അത് നമ്മുടെ യൂണിയൻ ഫൈനാൻസ് കമ്മീഷൻ ഓരോരോ സ്റ്റേറ്റിന് എത്രത്തോളം ഇത് കൊടുക്കണം എന്ന് തീരുമാനിക്കും. അതേ പ്രകാരം കൊടുക്കണം കൊല്ലത്തില്, അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അപ്പോ ഫെഡറൽ സെറ്റപ്പ് പറഞ്ഞ സ്റ്റേറ്റ് സെൻട്രൽ, along with the balancing of function. അച്ഛാ, ചില സ്റ്റേറ്റ് വലുതായിരിക്കും, ചില സ്റ്റേറ്റ് ചെറുതായിരിക്കും, അതനുസരിച്ചിട്ട് പൈസ കൊടുക്കണം. ഇപ്പൊ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ വലിയ സ്റ്റേറ്റ് ആണ്. ആ സ്ഥാനത്ത് ഗോവ, കേരള, അതേമാതിരിയുള്ള ചെറിയ 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 കൊച്ചു സ്റ്റേറ്റുകളുണ്ട്, മണിപ്പൂർ, മിസോറം, മറ്റേ നാഗാലാൻഡ്, ഇതൊക്കെ കുറച്ചൊക്കെ ചെറിയ, ഛത്തീസ്ഗഡ്, അതേമാതിരി ഉത്തരാഖണ്ഡ്, ഇതേമാതിരിയുള്ള സ്റ്റേറ്റ് ചെറുതാണ്. അപ്പൊ അതും മധ്യപ്രദേശും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് പൈസ കൊടുക്കണം, ഫണ്ട് അലോക്കേഷൻ വേണം. അപ്പൊ ഇതൊക്കെ ബഡ്ജറ്റിലാണ് ഇതൊക്കെ തീരുമാനിക്കുക, ഓരോരോ സ്റ്റേറ്റിന്, യൂണിയൻ ടെറിട്ടറിക്കൊക്കെ എത്ര കൊടുക്കേണ്ടതെന്ന്. പിന്നെ there is a crucial issue of distribution of financial resources between. ഇത് ഒരു യഥാർത്ഥത്തിലെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് കേട്ടോ. സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള പല സമയത്തും കോൺഫ്ലിക്റ്റിനുള്ള പ്രധാന കാരണം അറിയിക്കുന്ന പൈസ സ്റ്റേറ്റിന് കിട്ടുന്നില്ല. അപ്പൊ എപ്പോഴും അവിടെ പോയിട്ട് സത്യാഗ്രഹം ചെയ്യണം, അല്ലെങ്കിൽ ഫൈനാൻസ് സത്യാഗ്രഹം പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം.
നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ അവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അവിടുത്തെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററെ കാണാൻ ഇങ്ങനെയാണ്, ക്രൂഷ്യൽ ടൈമാണ്, അതാണ് പറഞ്ഞിട്ട് അവിടുന്ന് അവര് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യും. കാരണം അതല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ലോ. കാരണം അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ഓരോരോ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യ, ഫെഡറേഷൻ അല്ല. അപ്പോ എല്ലാ സ്റ്റേറ്റും കൂടി കൂടിയതാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോ ഓരോരോ സ്റ്റേറ്റും വികസിച്ചാൽ മാത്രമേ ഇന്ത്യ വികസിക്കൂ. ആ വികസനത്തിന് കാശ് വേണ്ടേ? അതാണ്. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് അതർ യൂണിയൻസ് ഓഫ് ദ ഗവൺമെന്റ്. പിന്നെ എന്താ ലോക്കൽ ബോഡി? ലോക്കൽ ബോഡി എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് രാജ്, ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത് ഇല്ലേ നമ്മുടെ, അത് ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇതാണ് ലോക്കൽ ബോഡീസ്. മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതൊക്കെയാണ്. ഹാവ് മീഗർ, ഇവർക്ക് പൈസയില്ല. അവർക്ക് ഈ മുനിസിപ്പാലിറ്റിക്കും മറ്റേതിനൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ട പൈസ ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കുറെ ഇതിന്റെ പല പദ്ധതികളുണ്ട്, അതൊക്കെ. പക്ഷേ അതൊന്നും സഫീഷ്യന്റ് അല്ല. കാരണം പല വിധത്തിലുള്ള അവർക്ക് ഓബ്ലിഗേഷൻസ് ഉണ്ട്. റോഡ് നേരെയൊക്കെ, ഡ്രെയിനേജ് സിസ്റ്റം, അത് ഇത്, കെനാല്, അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് പൈസ, പിന്നെ നമ്മുടെ റോഡ്, സോറി, ഇത് മെയിൻ്റനൻസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവർക്ക്. അപ്പൊ therefore they have to depend on devolution of funds, അധികാര വിഭജനം. ഓക്കെ, devolution of funds ഫ്രം ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോ ഇത് ചില സ്റ്റേറ്റിന് കുറെ അവർക്ക് നല്ല വിധത്തിലുള്ള വരുമാനം ഉണ്ട്. ഇപ്പൊ പഞ്ചാബ് അഗ്രികൾച്ചറിലെ നമ്പർ 1 ആണ്, ഹരിയാന എഗെയിൻ നമ്പർ 1. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അത്രത്തോളം ചില സ്റ്റേറ്റുകൾ പ്രോസ്പെറസ് അല്ല. അപ്പൊ ഉള്ളവൻ ഇല്ലാത്ത, അതാണ് സെൻട്രൽ പൂളിൽ കൊടുക്കുക ധാന്യം, അവിടുന്നാണ് പിന്നെ വിതരണം ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഉദാഹരണം ഗോതമ്പ് അവിടെയാണ്, നോർത്തിലാണ്, അവിടുന്നാണല്ലേ സൗത്തിലേക്ക് വരുന്നത്. അല്ലാണ്ട് സൗത്തിൽ ഗോതമ്പ് ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോ സ്റ്റേറ്റിലെ എല്ലായിടത്തും ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തിലേക്ക് കൊടുക്കുക. അതൊക്കെയാണ് സെൻട്രൽ പൂള് ചെയ്യുന്നത് സ്റ്റേറ്റിലേക്ക്. നൗ ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് they rely more on physical സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് പൈസ തരിക, അല്ലേ? അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല, സാലറി കൊടുക്കാൻ പറ്റില്ല എംപ്ലോയീസിന്. ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോം ഓഫ് ഇതേ പ്രകാരമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പഞ്ചായത്ത് രാജ്, നമ്മുടെ പഞ്ചായത്തിനും കൊടുക്കണം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഈ സെക്രട്ടറിക്കും മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒക്കെ സിറ്റിംഗ് ഫീ ഒക്കെ ആരാ കൊടുക്കുക, അതിന്റെ എക്സ്പെൻഡിച്ചർ ഒക്കെ ആരാ കൊടുക്കുക? അതേപോലെ ഓരോ പഞ്ചായത്തിൽ പല പദ്ധതികളില്ലേ, അതെങ്ങനെ നടപ്പിലാക്കുക? കാശ് കൊടുക്കാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ കൊടുക്കാൻ? അത് സെൻട്രൽ ഗവൺമെന്റ് അല്ല കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റ്. പക്ഷെ ചില സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികളുണ്ട്, അതിന് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. പക്ഷെ ചില കാര്യങ്ങള് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തേ പറ്റൂ. സോ ദീസ് ടാക്സസ് ആർ ജനറലി ഷെയ്ഡ് ഓൺ ദ ബേസിസ് ഓർ റെക്കമെൻഡേഷൻ ഓഫ് ദ. അപ്പോ ഈ പഞ്ചായത്തിനും ഇതിനൊക്കെ കൊടുക്കുന്നതൊക്കെ റെക്കമെൻഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, SFC ഓഫ് ദ സ്റ്റേറ്റ്. പിന്നെ എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ? ഇതിലൊരു വേർഡ് വരുന്നുണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അത് എന്താണെന്ന് വെച്ചാൽ അതും കൂടി പറയാം. ഈ ഇറ്റ് ഈസ് ദ the most important of all government account. അതായത് നമ്മുടെ ഗവൺമെന്റിലേക്ക് കിട്ടുന്ന കാശ് അതുമാതിരി ചിലവാക്കുന്നത്, എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, റവന്യൂ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതെല്ലാം റവന്യൂ, ഇതെല്ലാം സ്റ്റേറ്റ് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ് ചിലവാക്കുന്നത്. അപ്പൊ നമ്മുടെ സെൻട്രലിലും ഉണ്ട്, അതേമാതിരി സ്റ്റേറ്റിലും ഉണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ഓൾ ഗവൺമെന്റ് അക്കൗണ്ട്സ് വിച്ച് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ആർട്ടിക്കിൾ 266 okay of the Constitution of India. Okay, revenue received by the government and okay expenses, പിന്നെ ചെലവില്ലേ, വാടക കൊടുക്കുക, ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, അതൊക്കെ ഇതെന്നാണ്, ഈ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുക. പക്ഷേ ഈ ഫണ്ടിൽ നിന്ന് പൈസ ചെലവാക്കുമ്പോൾ എവറിതിങ് ഈസ് ഓഡിറ്റഡ്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് അങ്ങനെ പൈസ എടുക്കാൻ പറ്റില്ല, അതെല്ലാം സബ്ജക്ട് ടു ഓഡിറ്റ്. ഓക്കെ, എന്തിനു വേണ്ടി ചെലവാക്കി, അനാവശ്യമായി ചെലവാക്കി, ഇതൊക്കെ ഓഡിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സോ എക്സ്ക്ലൂഡിങ് ദി എക്സെപ്ഷണൽ ഐറ്റം. പിന്നെ ചില സമയത്ത് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ വരും. അതായത് ഡിസാസ്റ്റർ, നാച്ചുറൽ കലാമിറ്റി ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിൽ വരിക. അപ്പൊ അതിനുള്ള ഫണ്ട് ചില സമയത്ത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ, അതായത് ടോട്ടൽ ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ,
അപ്പോ അതായി. പിന്നെ യെസ്, അടുത്തത് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഈസ് അസൈൻഡ് ദ ടാസ്ക് ഓഫ് റിവ്യൂയിങ്. പിന്നെ ഒരു കാര്യം, എല്ലാ കൊല്ലം അല്ലെങ്കിൽ പീരിയോഡിക്കലി എന്താണ് എക്സ്പെൻഡിച്ചർ, എത്ര ചെലവാക്കുന്നു, എത്ര വരുമാനമുണ്ട് എന്നും കൂടി നോക്കണം. ദി സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഈസ് അസൈൻഡ് ദി ടാസ്ക് ഓഫ് റിവ്യൂയിങ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ലോക്കൽ ബോഡി. ചില ലോക്കൽ ബോഡീസിന് വരുമാനം ഉണ്ടാവും, ചില ലോക്കൽ ബോഡീസിന് വരുമാനം ഇല്ല. മനസ്സിലായില്ലേ? ചില മുനിസിപ്പാലിറ്റിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും, ചില മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടാവില്ല, വളരെ കമ്മിയായിരിക്കും ചിലയിടത്ത്. ഉദാഹരണം കാണിക്കണം. ഉദാഹരണം, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. അതിന്റെ ഇൻകം ഏറ്റവും കൂടുതൽ മാരേജ്, അവിടെ അമ്പലത്തിൽ നടക്കുന്ന ഇതും, അതേമാതിരി തിരുപ്പതി, അതിന്റെ രജിസ്ട്രേഷന്റെ ഫീം, അതൊക്കെയാണ് അവിടുത്തെ ഇൻകം. മനസ്സിലായില്ലേ? മറ്റുള്ളത് ഇല്ല എന്നല്ല പറയുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇൻകം, അതേ മാരേജ് രജിസ്ട്രേഷനും മറ്റതിനുള്ള ഫീസും അതെന്തൊക്കെയാണ്. അപ്പൊ അതേ പ്രകാരം ചിലയിടത്ത് നല്ല വരുമാനം ഉണ്ടാവും, ചിലയിടത്ത് ഉണ്ടാവില്ല. പല പഞ്ചായത്തും സ്ട്രഗ്ലിംഗ് ടു സർവൈവ്. പക്ഷെ ചിലത് നമ്മുടെ കാരണം ഇൻഡസ്ട്രി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സും അതെല്ലാം കിട്ടിയിട്ട് അതെല്ലാം മുനിസിപ്പാലിറ്റിക്കും മുനിസിപ്പൽ കോർപ്പറേഷനും പോകും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ ലോക്കൽ ബോഡി റെക്കമെൻഡിങ് ദ അസൈൻമെന്റ് ഓഫ് വേരിയസ് ടാക്സ്. പിന്നെ വേറെ കാര്യം, പ്രൊഫഷണൽ ടാക്സ്, ഒക്ട്രോയ്, ടോൾ ടാക്സ്, ഡ്യൂട്ടീസ്, ഫീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഇതൊക്കെ ലോക്കൽ ബോഡീസിന് പോകുന്നതാണ്. പക്ഷെ തുച്ഛമാണത്, കൂടി ഓർക്കാൻ കിട്ടും. ടാക്സ്, സിനിമ തിയേറ്ററിന്റെ എന്റർടൈൻമെന്റ് ടാക്സ് പോകുന്നത് മുനിസിപ്പാലിറ്റിക്കാണ് അല്ലെങ്കിൽ പഞ്ചായത്തിനാണ്. പിന്നെ ഡ്യൂട്ടീസ്, പിന്നെ ഫീസ്, ചില മറ്റുള്ള പല പ്രിസ്ക്രൈബ്ഡ് ഫീസ്, പിന്നെ അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ ഉദാഹരണം, സെസ്, അതിന്റെ ഒരു ശതമാനം ലിവി അത് ലോക്കൽ ഗവൺമെന്റിനാണ് പോകേണ്ടത് ശരിക്കും നിയമപ്രകാരം. മനസ്സിലായില്ലേ? പിന്നെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ചില ഗ്രാൻഡ് കൊടുക്കും. അപ്പോ ചില ഗ്രാൻഡിന് ഫ്രീ ആയിട്ട് കൊടുക്കും, ചില ഗ്രാൻഡിന് ഗ്രാൻഡ് GRANT ആണ് കേട്ടോ, SLA GRANT. ഗ്രാൻഡ് ഇൻ എയ്ഡ് പറഞ്ഞാൽ ചിലതിന് നോമിനൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത് തിരിച്ചടക്കണം. 1, 2, 3 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ തിരിച്ചടക്കേണ്ടി വരും, അത് വിത്ത് ഇൻട്രസ്റ്റ്. അതാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ്. ചിലത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യില്ല. അപ്പൊ അത് അത്തരത്തിലുള്ള പൈസ കിട്ടിയാലാണ് ഇതൊക്കെ നിത്യവൃത്തിക്ക് സാധിക്കും ഇവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പൊ ലോക്കൽ ബോഡീസ്, കാരണം ലോക്കൽ പഞ്ചായത്തിന് കുറെ ഇതുണ്ടല്ലോ, നമ്മുടെ കൊതുവിനെ കൊല്ലുക, അതേമാതിരിയുള്ള പല 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 ഇതുണ്ടല്ലോ, എക്സ്പെൻഡിച്ചർ കണ്ടമാനുണ്ടല്ലോ പഞ്ചായത്തിലും. ഓക്കെ, അതേമാതിരി ചെറിയ ചെറിയ റോഡ് വെട്ടുക, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക്കൽ, കംപ്ലീറ്റ് ഇതൊക്കെ നോക്കണ്ടേ, വില്ലേജിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ അറ്റ് എ റെഗുലർ ഇന്റർവെൽ ഓഫ് 5 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിക്കണം. 5 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, മാൻഡേറ്ററി കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് എല്ലാ സ്റ്റേറ്റുകളും. ആസ് എ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഹാസ് ഫംഗ്ഷൻ സിമിലർ ടു ദാറ്റ് സെൻട്രൽ ഫൈനാൻസ് കമ്മീഷന്റെ അതേ ഇതാണ്. അതായത് സെൻട്രൽ ഫൈനാൻസ് കമ്മീഷൻ നമ്മുടെ സ്റ്റേറ്റിന് പൈസ കൊടുക്കുന്നു, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ലോക്കൽ നമ്മുടെ പഞ്ചായത്തിനൊക്കെ പൈസ കൊടുക്കുന്നു. Therefore, for better understanding, ഒരു മിനിറ്റ്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ വെറും ലോക്കൽ മാത്രമല്ല, ബാക്കി നമ്മുടെ ഓരോരോ ടാക്സും അതൊക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നവര് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഫംഗ്ഷൻ. സോ therefore, for better understanding, we will discuss the origin and function of the Finance Commission of India. It is to be noted that despite the elaborate and detailed constitutional provision, ഭരണഘടന സംബന്ധമായിട്ടുള്ളതാണത്, അതിന്റെ ബേസിസ് ആണ് ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസ് യൂണിയനും സ്റ്റേറ്റും കണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഇൻകം ടാക്സ്, റെയിൽവേ, ഓർത്തോളൂ, റെയിൽവേ ഓരോ സ്റ്റേറ്റ് കൂടെ അല്ലേ ഓടുന്നത്, പക്ഷെ പാസഞ്ചർ സ്റ്റേറ്റിലത്തല്ലേ. ഓക്കെ, റെയിൽ പാളം ഇട്ടത് സ്റ്റേറ്റിന്റെ ലാൻഡിലല്ലേ. ഇൻകം ടാക്സ്, സപ്പോസ് ബോംബെയിലത്തെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടല്ലേ, അവിടെ ടാക്സ് പല തരത്തിൽ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മഹാരാഷ്ട്രക്ക് അതിന്റെ ഒരു ഷെയർ വേണം. GST നമ്മൾ കളക്ട് ചെയ്ത്, അത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്ത്, പക്ഷേ നാഷണൽ ഹൈവേ കൂടെ പോകുന്ന വാഹനങ്ങളും മറ്റേതൊക്കെ സ്റ്റേറ്റ് കൂടെ അല്ലേ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഷെയർ കൊടുക്കണം. അപ്പൊ അത് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്
പിന്നെ ഡിവിഷൻ ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സ് അത് പ്രോപ്പർ ആയിരിക്കണം. അതാണ് നമ്മുടെ GST ഒക്കെ എക്സാമ്പിൾ ആണ്. റെയിൽവേസ് ഇത് അതേമാതിരി പല കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ, ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇപ്പൊ സ്വർണം പിടിച്ചു, കുറെ പിടിച്ചു എയർപോർട്ടിൽ നിന്ന്, അതിന്റെ ഒരു ഭാഗം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. കാരണം അപ്പോ നമ്മുടെ മദ്രാസ് എയർപോർട്ട്, ചെന്നൈ എയർപോർട്ടിൽ നിന്ന് പിടിച്ചു, ചെന്നൈ എയർപോർട്ടിൽ നിന്നല്ലേ വരുമാനം. അപ്പൊ അതിന്റെ വരുമാനം സെൻട്രൽ ഗവൺമെന്റ് സപ്പോസ് 75% എടുത്തു, 25% സ്റ്റേറ്റിന് കൊടുക്കണ്ടേ? കാരണം അവിടെ അല്ലേ പിടിക്കുന്നത്, സ്റ്റേറ്റിലെ. അപ്പോ ഇതൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻകം ടാക്സ് അതെ, ഇപ്പൊ അവിടെ ജോലി ചെയ്താലും ശരി, പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിലാണ് പൈസ. അപ്പൊ അതിന്റെ ഇതെല്ലാം പക്ഷെ ഇതിലൊരു ഡിസ്പ്യൂട്ട് ഇല്ല കേട്ടോ. ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഉണ്ടതില്ലേ, ഓരോ സ്റ്റേറ്റിന് എത്രയെന്ന് അലോക്കേറ്റ് ചെയ്യും. അതിനൊന്നും ഒരു പ്രോബ്ലംസ് ഇല്ല. പക്ഷെ അത് നമ്മുടെ യൂട്ടിലൈസേഷൻ ഓഫ് ദോസ് ഫണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സെൻട്രൽ ഗവൺമെന്റ് തരുന്ന പൈസ വേറെ ഒന്നിലും നമ്മളെ ഒരു പ്രത്യേക പദ്ധതിക്ക് തരുന്ന പൈസ അത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടൂ. ഒരു ഓവർ ബ്രിഡ്ജോ ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ ഡാമോ എന്തെങ്കിലും കെട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടോ ചെലവഴിക്കേണ്ട. ആ പൈസ വേറെ ഒന്നിനും ചെലവഴിക്കാൻ പാടില്ല. അപ്പൊ തന്നെ അല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. കാരണം കാര്യം മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുക്കണം. ഈ പൈസ ഞാൻ വിനിയോഗിച്ചോട്ടെ, വേറെ പൈസ ഞങ്ങളുടെ ഇല്ല. അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടൂ. ഇപ്പൊ റീബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആഫ്റ്റർ ഫ്ലഡ് എവരിതിങ്, ഇതിന് പല സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്സ് കൊടുക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ അപ്രൂവൽ വേണം. മനസ്സിലായില്ലേ? അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം. അങ്ങനെ ഇന്ത്യൻ സ്റ്റേറ്റ് ഫേസ് ദ പ്രോബ്ലം ഓഫ് എ കണ്ടിന്യൂസ് ഗ്യാപ്പ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? അമേരിക്കയിലും ഇന്ത്യയിലും തമ്മിലുള്ള പല വ്യത്യാസമുണ്ട്. നോക്കൂ, നമ്മുടെ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഭയങ്കര ഗ്യാപ്പാണ്. അമേരിക്കയിൽ അത്രയില്ല. പക്ഷെ നമ്മുടെ വൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, so with this constitutional makers were quite conscious on this account and provided for a finance commission. ഭരണഘടന 250 പ്രകാരം ഇവർക്കറിയാം, നമ്മുടെ നിർമ്മാത, അതായത് ഭരണഘടന ഇത് ചെയ്ത ആളുകൾക്ക് അറിയാം സ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അതാണ് ഈ ഫൈനാൻസ് കമ്മീഷൻ തീരുമാനം. എന്നിട്ട് ഫൈനാൻസ് കമ്മീഷനാണ് അലോക്കേറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഓരോരോ കൊല്ലം നമ്മുടെ ഇവിടുത്തെ നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ നമ്മുടെ എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം. അപ്പോ നമ്മളെ ഇവിടുത്തെ പ്രപ്പോസ്ഡ് ബഡ്ജറ്റ് മറ്റേതിന്റെ എക്സ്പെൻഡിച്ചർ അത് നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത കൊല്ലത്തിന് ഇത്ര കോടി രൂപയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ, അത് അവരുടെ അപ്രൂവൽ വേണം കേട്ടോ. ആ ഓരോരോ സ്റ്റേറ്റിനും എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ട്. കാരണം അവർക്കൊരു ഐഡിയ വേണ്ടേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നാഷണൽ ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഓരോരോ സ്റ്റേറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അവർ നാഷണൽ ബഡ്ജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഇത് ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റിനും കൂടി കൺസോളിഡേറ്റഡ്. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ ഓരോരോ സ്റ്റേറ്റിന്റെയും എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ അങ്ങോട്ട് അയച്ചോളണം. ഓരോ മന്ത്രാലയത്തിന്റെ, ഓരോരോ സ്റ്റേറ്റിന്റെ, ഓരോരോ യൂണിയൻ ടെറിട്ടറിയുടെ, ഓരോരോ സെക്ടറിന്റെ എക്സ്പെൻഡിച്ചർ മുഴുവൻ, അറ്റോമിക് എനർജി, സ്പേസ്, എന്തെല്ലാം നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ട്, ഇതൊക്കെ എത്ര കോടി രൂപ ചെലവഴിക്കും, റെയിൽവേ എത്ര പുതിയ ലൈൻ ഇടുന്നുണ്ട്, പുതിയ വണ്ടി ഇടുന്നുണ്ട്, അതേമാതിരി നമ്മുടെ എത്ര പ്ലെയിൻ, വാർ പ്ലെയിൻ, ഷിപ്പ്, സബ്മറൈൻ, അതൊക്കെ ഡിഫൻസിന്റെ ഒക്കെ നമ്മൾ കൺസോളിഡേറ്റഡ് എക്സ്പെൻഡിച്ചർ, ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ കൊടുക്കണം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർക്ക്. ഓക്കെ, അവര് അത് കൺസോളിഡേറ്റഡ് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഓക്കെ, സോ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഞാൻ പറഞ്ഞു. പിന്നെ അടുത്ത്, see, the responsibilities assigned to the commission under the constitution are originally provided in article 283. The finance commission makes the following recommendation to the president. Finance commission എപ്പോഴും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ആൻഡ് ഗവർണർക്ക് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഫൈനാൻസ് കമ്മീഷൻ. അതായത് സ്റ്റേറ്റ് യൂണിയന് എത്ര പൈസ ഓരോന്നിനും കൊടുക്കണമെന്ന് അത് തീരുമാനിക്കുന്നു. ടാക്സ് എത്ര കളക്ട് ചെയ്ത് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതും അതിൽ യാതൊരു ഇതും ചെയ്യാൻ പാടില്ല സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ. എന്നാൽ കാരണം അറിയോ, അർഹിക്കുന്നത് സ്റ്റേറ്റിന് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇൻകം ടാക്സ്, നാഷണൽ ഫൈനാൻസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ബോംബെയാണ്, മുംബൈ. അപ്പൊ അവിടെ മഹാരാഷ്ട്രയില് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കൂടുതലായിരിക്കും.
കാരണം അവിടെ നിന്നാണ് ഇത് മുഴുവൻ കളക്ട് ചെയ്യുന്ന റവന്യൂ, നമ്മുടെ ഇൻകം ടാക്സിന് കൂടുതൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫ്രം വേർ വി ആർ ഗെറ്റിംഗ് മോർ അക്കോർഡിംഗ്ലി ദ സ്റ്റേറ്റ് ഹാസ് ടു ഗിവ്. കാരണം അവർക്ക് അതനുസരിച്ചുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ അവിടെ. ഡിവൈഡഡ് ബിറ്റ്വീൻ ദം ആൻഡ് അലോക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഷെയർ ഓഫ് സച്ച് പ്രൊസീഡ്. ഷെയർ പറഞ്ഞില്ലേ ഓരോന്ന്, അതിന്റെ ഷെയർ. അപ്പൊ അത് അവർക്ക് കൊടുക്കണം സ്റ്റേറ്റിന്. ദ പ്രിൻസിപ്പൽസ് ദാറ്റ് ഷുഡ് ഗവേൺ ദ കോണ്ടം ആൻഡ് ഈ ഫൈനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് എത്ര ഓരോരോ സ്റ്റേറ്റിന് എങ്ങനെ. അതായത് കൊച്ചി സിറ്റിക്ക് എത്രയാണ്, കാൺപൂർ സിറ്റിക്ക് എത്രയാണ്, ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറിക്ക് എത്രയാണ്, അതിന്റെ പല ഡെവലപ്മെന്റൽ പ്രോഗ്രാം ഇതിന് എത്രയാണ്, റെയിൽവേ എക്സ്പാൻഷൻ എത്രയാണ്, പുതിയ ടെർമിനൽ അതിന് എത്രയാണ്, ആർക്കിയോളജിയിൽ അതിന്റെ എത്രയാണ്, ഇതൊക്കെ അവരാ തീരുമാനിക്കുന്നത്. എനി അതർ മാറ്റർ ദാറ്റ് ഈസ് റെഫേർഡ് ടു ദ കമ്മീഷൻ. ചില സമയത്ത് നമ്മുടെ കമ്മീഷൻ കമ്മീഷൻ ടു ദി പ്രസിഡന്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സൗണ്ട് ഫൈനാൻസ്. അപ്പൊ ചില സമയത്ത് ഫൈനാൻസ് കമ്മീഷൻ ചില റെക്കമെൻഡേഷൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കും. അതായത് ഫൈനാൻസ് പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇത് കൊടുക്കും. ഇന്നത് ചെയ്യണം, ഇന്നത് പാടില്ല. കാരണം ചിലത്ത് അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടോ ചില സമയത്ത്. അപ്പൊ അത് ചില സമയത്ത് ഇപ്പൊ നോക്കിക്കോളൂ, നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരം കിട്ടുകയാണ്. അത് പുതിയ ബഡ്ജറ്റ് അലൊക്കേഷൻ ആണ് അതില്. കാരണം ഇത്രയോ കോടി നമുക്ക് ചെലവുള്ളതാണ് പുതിയ നമ്മുടെ പാർലമെന്റ് മന്ദിരം, പ്രധാനമന്ത്രിയുടെ ഇത്, വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ പുതിയത്, എക്സെപ്റ്റ് രാഷ്ട്രപതി ഭവൻ. അതല്ല സൗത്ത് ബ്ലോക്ക് നോർത്ത് ബ്ലോക്ക് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് വരും. അപ്പൊ അതിനുള്ള ഹെവി എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതൊക്കെ ഇവര് ആണ് ചെയ്യുന്നത്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എ സിമിലർ സോർട്ട് ഓഫ് അറേഞ്ച്മെന്റ് വാസ് ഡിസൈഡ് സിൻസ് ലോങ് ഇൻ ദ സ്പിയർ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ അതേ പ്രകാരം നമ്മുടെ സെൻട്രൽ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു, അതേ പ്രകാരം സ്റ്റേറ്റും ലോക്കൽ ഗവൺമെന്റും പഞ്ചായത്ത് രാജും നല്ല റിലേഷൻ വേണം. അല്ലെങ്കിൽ അവിടെ കുറച്ച് ഇവിടെ കുറച്ച്, അവിടെ കൊടുക്കാൻ പാടില്ല, ഇവിടെ കൊടുത്ത് അങ്ങനെയല്ല. വികസിക്കുന്നിടത്ത് അങ്ങോട്ട് കൊടുക്കും, വികസനം ഇല്ലാത്ത സ്ഥലത്ത് കൊടുക്കില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. വൺ certain tribal belts are there in India. I don't want to tell the name. എത്രയോ അതായത് ഫണ്ട് അലോക്കേഷൻ അത് ആ കമ്മ്യൂണിറ്റിക്ക് എത്തുന്നില്ല. ഇപ്പോഴും അവര് ദേ റിമെയിൻ ആസ് ഇറ്റ് ഈസ്. പക്ഷെ അവിടെ റിസർവേഷൻ ഉണ്ട്, ഫണ്ട് അലോക്കേഷൻ ഉണ്ട്. ഈവൻ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വിത്തൗട്ട് മെഡിസിൻ, വിത്തൗട്ട് ഡോക്ടർ, വിത്തൗട്ട് എ ബെഡ്, വിത്തൗട്ട് എ മെറ്റർണിറ്റി ദീസ് ഫെസിലിറ്റീസ് ഓർ വാട്ട് എവർ ഇസ് ദർ അപ്പൊ പക്ഷെ ഫണ്ട് കണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ഓരോ സ്റ്റേറ്റും നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇൻ ദിസ് കോണ്ടാക്ട് ബേസിക് റിഫോം ഇൻ ദ സ്പെയർ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ്, സെൻട്രലും സ്റ്റേറ്റും ലോക്കൽ ഗവൺമെന്റും, എംപവറിംഗ് പീപ്പിൾ ത്രൂ എഫക്റ്റീവ് ലോക്കൽ ഗവൺമെന്റ്. നോക്കൂ, ശ്രദ്ധിച്ചോളൂ, ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നതിന് ശേഷം വി ആർ എംപവറിംഗ് ദ പീപ്പിൾ. അതായത് ആ താഴ്ന്ന സ്ഥലത്ത്, താഴെ ലെവലിൽ നിന്ന് മുകളിൽ വരെയാണ്. അതാണ് നമ്മുടെ ഡെമോക്രസി. പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, വരുന്നു സ്റ്റേറ്റ് അസംബ്ലി, അത് കഴിഞ്ഞിട്ട് വരുന്നു പിന്നെ നമ്മുടെ യൂണിയന്റെ സെൻട്രൽ, അതേമാതിരി ലോകസഭ, രാജ്യസഭ. നോക്കൂ ഡെമോക്രസി എങ്ങനെ മേപ്പെട്ട് പോകണമെന്ന്. താഴെ നിന്നാണ് വരുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ ഡീസെൻട്രലൈസേഷൻ താഴെ ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്, അത് മറക്കരുത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഓക്കെ, ഗവൺമെന്റ് അസ്യൂംഡ് സിഗ്നി. അപ്പൊ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. 1990 ഇതിന് കൂടുതൽ. പണ്ടൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, ഇപ്പൊ ഒരു വലിയ ഫുൾ ഫ്ലെഡ്ജ്ഡ് മിനിസ്ട്രി ആയിട്ട് പരിണമിച്ചിട്ടുണ്ട്. കാരണം ആക്ടിവിറ്റീസ് കണ്ടമാനുണ്ട്. കാരണം എന്താണെന്ന് സംഭവിച്ചു വെച്ചാൽ ചില സ്റ്റേറ്റുകളിൽ അനവധി പഞ്ചായത്ത്, അനവധി മുനിസിപ്പാലിറ്റി, അനവധി മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ട്. എന്താ ഡിഫറൻസ്? മുനിസിപ്പാലിറ്റി സി ലോക്കൽ സെൽഫ് ഗവൺമെന്റില് പല ലെയർ ഉണ്ട്. ഒന്ന് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞു, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പറഞ്ഞു, ഇല്ലേ? അത് കഴിഞ്ഞ് ടൗണില് മുനിസിപ്പാലിറ്റിയാണ്. ഇത് റൂറൽ ഏരിയയിലാണ് ഇങ്ങനെ. ഹലോ, ഈ മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉള്ളത് റൂറൽ സെക്ടറിലാണ്, അഗ്രികൾച്ചർ ലാൻഡും അടുത്തൊക്കെ ഉള്ളത്. പക്ഷെ ടൗണിലേക്ക് പോകുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സിറ്റിയിലേക്ക് വരുമ്പോ അത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അതില് നമ്മുടെ മേയർ ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. അപ്പൊ ഇലക്ഷൻ ഒക്കെ ഡിഫറെന്റ് വേ ആണ്. അതൊക്കെ കണ്ടക്ട് ചെയ്യേണ്ട
ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ആരാണ്? സ്റ്റേറ്റിനുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. അയാളാണ് നമ്മുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഏത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റില്, മുനിസിപ്പാലിറ്റിയില്, മുനിസിപ്പൽ കോർപ്പറേഷനിൽ, ഇതിലൊക്കെ വാർഡ് ഇതൊക്കെ ഉണ്ടല്ലോ, അതിന്റെ എല്ലാം നടത്തേണ്ടത് അവരാണ്. സോ വളരെ നല്ല റിലേഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും കൂടി വേണം. ഇനി in this conduct, basic reforms in the sphere of decentralized governance and empowering people through an effective local government. അങ്ങനെ ലോക്കൽ ഗവൺമെന്റിലൂടെ പല ഡെവലപ്മെന്റൽ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, റോഡ്, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ഇതിന്റെ പല 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 കാര്യങ്ങളും നമ്മൾ ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മാത്രം. ഓർമ്മിക്കണം, കോവിഡ് ടൈമില് നമ്മള് കംപ്ലീറ്റ് നമ്മള് പല വൈറ്റൽ റോൾ ഫോർ പ്രൊവൈഡിങ് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത്, മരുന്ന് സപ്ലൈ ചെയ്യുന്നത്, കിടക്കകള് അറേഞ്ച് ചെയ്യുന്നത്. കോവിഡ് ഇതിലൊക്കെ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വളരെ വളരെ പ്രാധാന്യം, വളരെ നല്ല റോളാണ് പ്ലേ ചെയ്തത്. വളരെ 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 അതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മളത്. പിന്നെ ബിസൈഡ്സ് അതർ മെഷേഴ്സ് ആൻഡ് റിഫോം, ഡിവല്യൂഷൻ of financial resources distribution of these bodies was ensured. അങ്ങനെ 73ാമത്തെ 74ലെ ഭരണഘടന അമെൻഡ്മെന്റ്. എന്താ 73ാമത്തെ പറഞ്ഞാൽ? അത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. പഞ്ചായത്ത് എങ്ങനെ വേണം അത് അതിനെ പറ്റിയിട്ടാണ്. 5 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇലക്ഷൻ നടക്കണം. പണ്ട് അങ്ങനെ ഉണ്ടാവില്ല. 20 കൊല്ലത്തിന്റെ ഒരു പ്രാവശ്യം പോലും ഇലക്ഷൻ നടത്തുന്നുണ്ടാവില്ലേ പണ്ട്. അപ്പൊ 5 കൊല്ലത്തിനുള്ളിൽ വേണം. അവരുടെ കാലാവധി 5 ആണ്. അതില് ലേഡീസിന്, വുമൺ, അവർക്ക് ചില സ്റ്റേറ്റുകളിലെ, സ്റ്റേറ്റിലെ കേരള 50% റിസർവ്ഡ് ഫോർ വുമൺ ഇൻ അഡീഷൻ ടു അതർ റിസർവേഷൻസ്. ഇൻ അഡീഷൻ ടു 50% സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ പുറമെ ചിലപ്പോ SC ST OBC അവർക്ക് വേറെ റിസർവേഷൻ ഉണ്ട്. അപ്പൊ ഒന്ന് നമ്മളെ സ്ത്രീകൾക്കും അതെ വളരെ മുമ്പിൽ വന്ന് അത് ഭരണം കാഴ്ചവെക്കാനും അവരുടെ പിന്നെ എന്താ പറയണ്ടേ കഴിവ് പ്രകടിപ്പിക്കാനും, എങ്ങനെ മാനേജ് ചെയ്യണമെന്നും, ജനങ്ങളോട് എങ്ങനെ സമ്പർക്കം വേണമെന്നും, എങ്ങനെ എന്താ പറയണ്ടേ എംപവർമെന്റ്, വുമൺ എംപവർമെന്റിന് വളരെ നല്ല ഉദാഹരണമാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ആൻഡ് ദേ ആർ പ്ലേയിങ് എ വെരി ബ്യൂട്ടിഫുൾ റോൾ. വുമൺ, they have proved that they are second to none. മെയിൽ എങ്ങനെയാണോ അതിൽ മീതിയാണ് ചില സമയത്ത്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ചെറിയ ഉദാഹരണം. ആദ്യം ചില സമയത്ത് നമ്മുടെ പരിതാപകരമായ പോവർട്ടി, അതേമാതിരിയുള്ള ലേഡീസിന്റെ വീട്ടില് ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് അസുഖമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് മക്കളെ നോക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ പല 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 ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇപ്പൊ നോക്കൂ, കുടുംബശ്രീ യുനിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഈവൻ ഐ തിങ്ക് ഗിന്നീസ് ബുക്കിൽ തന്നെ പേരുണ്ട് തോന്നുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീയുടെ ആക്ടിവിറ്റീസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതായത് വുമൺ എംപവർമെന്റിനെ പറ്റിയിട്ട് അവര് സ്വയം തൊഴിൽ കണ്ടെത്തല്, കാറ്ററിംഗ്, ഈവൻ മെട്രോ, റെയിൽവേ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ അവരാണ്. വണ്ടി ചിലപ്പോ എന്താ പറയുക എല്ലാ ഇതിലും പ്രവർത്തനം അവരാണ്. നമ്മുടെ പാർക്കിംഗ് അതിന് പ്രകാരം ഇതില് അവിടെ പല പല ഇതും നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ വന്ന സമയത്ത് അവര് അനവധി കുടുംബശ്രീക്കാര് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വളരെ, പിന്നെ അതുമാതിരി ഭക്ഷണം നൽകുന്ന പാക്കറ്റ്സ്, അതുമാതിരി ഡിസ്ട്രിബ്യൂഷൻ, ഒരുപടി ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ക്ലീനിങ് ഓഫ് റോഡ്സ് ആൻഡ് ലിഫ്റ്റിംഗ്, നമ്മുടെ അതേമാതിരി വേസ്റ്റ് എന്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് പ്രോപ്പറായിട്ട് സ്ഥലത്ത് ഡംപ് ചെയ്യുന്നതും കംപ്ലീറ്റ് ഒക്കെ. ദേ ആർ പ്ലേയിങ് എ വൈറ്റൽ റോൾ ആൻഡ് ദേ ആർ ഗെറ്റിംഗ് റെമ്യൂണറേഷനോ സാലറിയോ അതിനുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവരുടെ കുടുംബം അവര് വളരെ സുന്ദരമായിട്ട് അവര് ഒരുവിധം നല്ല വിധത്തിൽ നടത്തുന്നു. പിന്നെ ഗവൺമെന്റ് അത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവരുടെ അനവധി പദ്ധതികളുണ്ട്. അതൊക്കെ ഗവൺമെന്റ്
പിന്നെ പലയിടത്തും പല പല സ്റ്റാള്, ടീ സ്റ്റാള്, അതേമാതിരി ഗവൺമെന്റ് ചില സമയത്ത് മിനിമം ഇൻട്രസ്റ്റ് ഇത് കൊടുക്കുന്നുണ്ട്, മറ്റേ എന്താ പറയണ്ടേ, കടങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഓരോ ഒരു സ്റ്റാർട്ടപ്പ് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല നല്ല കാര്യങ്ങളും. പിന്നെ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അങ്ങനെ പല നല്ല കാര്യങ്ങൾ. അപ്പോൾ കുടുംബശ്രീ, എംപവർമെന്റ്, വലിയ വുമൺ എംപവർമെന്റിന്റെ വളരെ 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 ഒരു ഇതുമാതിരി ഒന്നും കാണിക്കാൻ പറ്റില്ല. കേരളത്തിലേത് ഈവൻ ഈവൻ ലോകം തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താ ഒരു ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ മെമ്പേഴ്സ്. ജസ്റ്റ് 2-3 days ബാക്ക് ആണ് അതിന്റെ 25ാമത്തെ കൊല്ലത്തെ ഇത് നടന്നത്, ഫംഗ്ഷൻ നടന്നത്. 25 വളരെ സക്സസ്ഫുള്ളി എല്ലാവരും, ഈവൻ ജനറലി ദേ ആർ ഓൾ ഹാപ്പി, ദേ ആർ ഗെറ്റിംഗ് സം ഇൻകം. അവരുടെ പല പല ഉരുപ്പട്ടി ആക്ടിവിറ്റീസ് ഉണ്ട് അവരുടെ. അത് വിവരിക്കാൻ ഇവിടെ വയ്യ. ഓക്കെ, അപ്പോൾ അതുണ്ട്. സോ അപ്പൊ empowering people through an effective local government assumed significance in 1990. Besides other measures and reforms, devaluation, അങ്ങനെ 73ാമത്തെ അമെന്റ്മെന്റ്, ഭരണഘടനാ അമെന്റ്മെന്റ് പറഞ്ഞ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. 74ാമത്തെ ഭരണഘടന അമെന്റ് ചെയ്തത് മുനിസിപ്പാലിറ്റിയുടെ ക്രിയേഷൻ, അതേമാതിരി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ക്രിയേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഒറിജിൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. ലോക്കൽ ബോഡീസ്, റൂറൽ ആസ് വെൽ ആസ് അർബൻ. അർബൻ പറഞ്ഞ ടൗൺ, റൂറൽ. നോക്കൂ, റൂറലില് പല പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ ജോലിയില്ല. എന്താ റൂറലിന് വലിയ വലിയ പ്രശ്നം അറിയോ? അഗ്രികൾച്ചറെ ഒരു കൊല്ലത്തിൽ 5-6 മാസമേ ഉള്ളൂ. ബാക്കി 6 മാസം ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്. കാരണം നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് കൊല്ലത്തിൽ ഈ 365 ദിവസം വിളവെടുക്കാൻ പറ്റൂ. വെള്ളം വേണ്ടേ? അതായത് ക്ലൈമറ്റ് ചേഞ്ച്. അല്ലെങ്കിൽ ഇപ്പൊ നോക്കിക്കോളൂ, വളരെ പ്രസിദ്ധമായ കുട്ടനാട്, അതേമാതിരിയുള്ള പ്രദേശങ്ങള്, അത് ഉള്ള നെല്ല് തന്നെ ഇപ്പൊ പോയി വെള്ളത്തില്. അപ്പൊ അവർക്ക് എവിടുന്ന് അവര് ജീവിക്കുക എങ്ങനെ? രണ്ടാമത് വേണ്ട സമയത്ത് മഴ വരുന്നില്ല, വേണ്ടാത്ത സമയത്ത് മഴ വരും. കാരണം അവർ കൊയ്തെടുക്കുമ്പോഴാണ് മഴ വരുന്നത്. അത് മുഴുവൻ വെള്ളത്തിൽ അത് കംപ്ലീറ്റ് മുളച്ച് അത് കംപ്ലീറ്റ് വേസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെ കണ്ടമാനം പ്രശ്നങ്ങൾ അഗ്രികൾച്ചറൽ. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ 365 ദിവസം അവർക്ക് ജോലി ഇല്ലല്ലോ. കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പറഞ്ഞ പർട്ടിക്കുലർ ടൈമിലല്ലേ ഉള്ളൂ. ഏത് ഇതായിക്കോളൂ, നിങ്ങൾ നോക്കി കാഫിയോ ടീയോ ഏതെങ്കിലും ഈ 365 ദിവസം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോ ചിലത് കാഷ്യൂനട്ട് 365 ദിവസം ഉണ്ടാവും. അപ്പോ ബാക്കി ദിവസങ്ങൾ എന്ത് ചെയ്യവര്? ജോലി വേണ്ടേ, കുടുംബം പുലർത്തണ്ടേ, കുട്ടികളെ പഠിപ്പിക്കണ്ടേ, ഹെൽത്ത് പ്രശ്നം ഉണ്ടാവില്ലേ, ഡോക്ടറെ കാണാൻ പൈസ വേണ്ടേ? അപ്പോ ചില സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇവരെ ദേ ആർ ഗോയിങ് ടു ദ അർബൻ ഏരിയ ഓൾസോ, ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് അത് പറയുന്നത്, ലോക്കൽ ബോഡി റൂറൽ. അപ്പോ റൂറലും നമ്മൾ അർബണും ഒരേ സമയത്ത്, അതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഒക്കെ വളരണം. ഓരോരോ ഇതും വളർന്നാലാണ് നമ്മുടെ ജനങ്ങൾക്ക് സേവനം. അതായത് എന്ത് ഇപ്പൊ നോക്കോളൂ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റൂറൽ സെക്ടറിൽ പറ്റുമോ? കാരണം അത്ര പൈസ, അവർ അവിടെ പോകാനുള്ള പൈസ റൂറൽ ആളുകളുണ്ടാവോ? നേരെ മറിച്ച് അർബണിലുണ്ട് വിചാരിക്കുക, സിറ്റിയിലുണ്ട് വിചാരിക്കുക, അവർക്ക് അവിടെ പോയിട്ടെങ്കിലും കാശുള്ളവർക്ക് വേണ്ടി എടുക്കാം അല്ലേ? പക്ഷെ അത് കൊണ്ടിട്ട് റൂറൽ കൊണ്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. ഇപ്പൊ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതേമാതിരിയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റുമോ? കാരണം മനസ്സിലായി ഞാൻ പറയുന്നത്, പറ്റില്ല എന്നല്ല, പക്ഷെ അതിന്റെ ഫീസിബിലിറ്റി നോക്കണട്ടെ. അപ്പൊ ആക്സെപ്റ്റഡ് ഹാവിംഗ് എ ഗ്രേറ്റ് റോൾ ഇൻ ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഗ്രോത്ത്. ലോക്കൽ ബോഡി വളരെയധികം പ്രാധാന്യം. ഇപ്പൊ രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, കേരള, അതേമാതിരിയുള്ള തമിഴ്നാട്, ഇതേമാതിരിയുള്ള പല സ്റ്റേറ്റുകളും പഞ്ചായത്ത് അവര് വളരെ വളരെ നല്ല സേവനം ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫൈനാൻഷ്യൽ റിസോഴ്സസ്, ലോക്കൽ ഗവൺമെന്റ് ഹാവ് ബീൻ സബ്ജക്ട് ടു ഹെവി ഫൈനാൻസ്. പക്ഷെ എല്ലാ സ്റ്റേറ്റിലും ആൾമോസ്റ്റ് എല്ലാം പഞ്ചായത്തില്, ലോക്കൽ ബോഡീസില് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. പൈസ പോരാ. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന പൈസ സഫീഷ്യന്റ് അല്ല. ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല, അവിടെ എംപ്ലോയീസ് ഒന്നും കൂടുതലില്ല. പക്ഷെ അവരുടെ പ്രൊജക്ട് കണ്ടുപോകാനുണ്ട്. ഒരു ചെറിയൊരു കൾവെട്ട് റിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ എന്താ ഒരു കല്ല്, അത് അന്നത്തെ പത്രത്തിലുണ്ട്. നമ്മുടെ ഇതല്ലേ നേതാപത്കർ നാടക കണ്ണൂർ പോയി കണ്ടു. നമ്മുടെ ഒരു കല്ലിടുന്നതിന് അതിന് 5000 രൂപയ്ക്കാണ്. അതുമാതിരി എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. പലയിടത്തും എക്സ്പെൻഡിച്ചർ, നമ്മൾ ആരും കുറ്റം പറയല്ല, പലതും എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇത് പഞ്ചായത്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഞ്ചായത്തിന് കാശുണ്ട് ഇതിന്റെ. അപ്പൊ ഓരോന്നിനും പൈസ വേണം. അത് എവിടുന്ന് കിട്ടുന്ന അവർക്ക്?
സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ അത്രത്തോളം. പിന്നെ അതുമല്ല, ഇവരെ ടാക്സ് ഒക്കെ വളരെ ചെറിയ ചെറിയ ടാക്സ് ആണ് ഇവർക്ക് കിട്ടുന്നത്. ഹൗസ് ടാക്സ് എത്ര നിങ്ങൾ ചാർജ് ചെയ്യും? വീട്ടിന്റെ നികുതി, അഗ്രികൾച്ചറൽ എത്ര നികുതി നിങ്ങൾ ചുമത്തും? അഗ്രികൾച്ചർ കർഷകന്റെ അതൊക്കെയാണ് പോകുന്ന അവർക്ക്. വില്ലേജിലേക്കും അതേമാതിരി പഞ്ചായത്തിലേക്ക് വീട്ടു നികുതി, നിങ്ങളുടെ വീടിന് എത്ര നികുതി നിങ്ങൾ കൊടുക്കും പറയൂ? അത് വേറൊന്നുണ്ട്, ഓട് വാർപ്പ്, അതനുസരിച്ച് കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പൊ അത്രത്തോളം കമ്മിയാവും. അതും കൂടി ഉണ്ട്. വാർപ്പ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഓട്, അല്ലെങ്കിൽ ചിലര് മറ്റേതുണ്ട് ഓല. അപ്പൊ അത് അത്രത്തോളം കമ്മിയാവും, അത്രത്തോളം വരുമാനം കമ്മിയാവും. ഇനി ലോക്കൽ ബോഡീസ് ഹെവിലി ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആയതിനാൽ ലോക്കൽ ബോഡീസ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഒരു നിവൃത്തിയില്ല, അവരുടെ കയ്യിൽ ഉണ്ടാവില്ല പൈസ. കാരണം നോക്കൂ, ഞാൻ ചെറിയൊരു നമ്മുടെ ക്രച്ച് ഫെസിലിറ്റീസ്, അതല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് എന്തായാലും പറയാം, ബാലവാടി എന്ത് സംതിങ്, ഇത് പാലും മുട്ടയും ബിസ്ക്കറ്റ് ഇവിടുന്ന് കൊടുക്കുക, കാശ് വേണ്ടേ? അവരുടെ ഇവിടുന്ന പൈസ. അപ്പോ ഗവൺമെന്റ് അങ്ങോട്ട് നിയമം പാസ്സാക്കിയ അത് കൊടുക്കാൻ കാശ് വേണ്ട ഇവരല്ലേ? ഇപ്പൊ മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇപ്പൊ നേരത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നു, 8 തേനിന്റെ തുള്ളി കണ്ടോ? എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഒരു മുട്ട, അതേമാതിരി ഇങ്ങനെ സംതിങ് 8 തേനിന്റെ തുള്ളി ഡ്രോപ്പ്. ഈ തേൻ എവിടെ കിട്ടുക? അപ്പൊ അതിനുള്ള പൈസ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് വരും. ഇതിനെല്ലാം എല്ലാ പദ്ധതിയും നല്ലതാണ്, ജനങ്ങളുടെ കുട്ടികളുടെ ഒക്കെ ഇതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നല്ല കാര്യമാണ്. അതൊക്കെ ഒന്നും മോശമായിട്ടല്ല പറഞ്ഞത്. പക്ഷേ വെരി എക്സ്പെൻഡിച്ചർ ഇത് ഇൻവോൾവ്. ലോക്കൽ ബോഡീസ് ഹെവിലി ഡിപ്പെൻഡ്. പിന്നെ വേറൊന്ന്, കുട്ടികളെ നോക്കുന്ന ആൾക്ക് ഇത് കൊടുക്കണ്ടേ, റെന്റ് കൊടുക്കണ്ടേ, എന്തെല്ലാം എക്സ്പെൻഡിച്ചർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് അതേമാതിരി ഓണം, അതേമാതിരി ക്രിസ്തുമസ്, അരി ഇതൊക്കെ ഫ്രീ ആയിട്ട്, അതേമാതിരി കിറ്റ് ഇതൊക്കെ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കുന്നത്, അതിന് പൈസ വേണ്ടേ? ഇതൊക്കെ അപ്പൊ എവരി വേർ മണി ഈസ് ഇൻവോൾവ്. ലോക്കൽ ഗവൺമെന്റ് അവർക്ക് അത്ര പൊസിഷൻ ഇല്ല, അവരുടെ വരുമാനം കമ്മിയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തു. ഓക്കെ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സജഷൻ ഹാസ് ബീൻ ടു സെറ്റ് എ ഫൈനാൻസ് കമ്മീഷൻ ഫോർ എവരി സ്റ്റേറ്റ്. സെൻട്രൽ ഫൈനാൻസ് കമ്മീഷന്റെ അതേ പ്രകാരം ഇവിടെയും സെറ്റപ്പ് ചെയ്യുന്നു. ഇറ്റ് വാസ് സജസ്റ്റഡ് ദാറ്റ് on the pattern of the national level there should be a system appointment of state commission. തീരുമാനം സെൻട്രൽ ഫൈനാൻസ് കമ്മീഷന് അതും 5 കൊല്ലത്തിനാണ്, അതേ പ്രകാരം ഇവിടെയും 5 കൊല്ലത്തിന്. we should recommend a pattern distribution. അപ്പൊ അവർ തീരുമാനിക്കും ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓരോരോ സ്റ്റേറ്റിന്റെ ലോക്കൽ ബോഡീസ് അവരാണ് തീരുമാനിക്കുന്നത് ലോക്കൽ ബോഡീസ് എത്ര കൊടുക്കണം. പക്ഷെ ഓരോ സ്റ്റേറ്റിലും ഓരോ വിധത്തിലാണ് ലോക്കൽ ബോഡീസ്, ഓർക്കണേ, അതും കൂടി ഉണ്ട്. പിന്നെ യെസ്, composition of state finance commission. In every state, the appointment of state finance commission takes place on the basis of announcement made by the governor. State governor ആണ് ഫൈനാൻസ് കമ്മീഷൻ. സ്റ്റേറ്റിലെ മറ്റൊരു പ്രസിഡന്റ്, ഇവിടെ ഗവർണർ ആണ്. ആൻഡ് ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം ദ ഡേറ്റ് ഓഫ്, അതായത് ചെയർമാനെ എന്ന് ചാർജ് എടുക്കണോ അന്ന് മുതൽ കാലാവധി ആരംഭിക്കും. മനസ്സിലായോ? അപ്പോ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ താഴെ പറയുന്നുണ്ട്. ഇവിടെ പരമപ്രധാനമായി ഇത് നോക്കൂ, ഈ ഫൈനാൻസ് കമ്മീഷൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടില്ല എങ്കിൽ, ഇപ്പൊ ഞാൻ ഇതൊക്കെ വിടും. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എന്താന്ന് ശ്രീലങ്കയിലത്തെ സ്ഥിതി, ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എങ്ങനെ ശ്രീലങ്കയിൽ വന്ന് അറിയാമോ? അവിടുത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കൺട്രോൾ ഇല്ലാതെ കണ്ടമാനം കടങ്ങളും അതും ഇതും വാങ്ങി പലയിടത്തും പല ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, മറ്റുള്ളവരെ പറ്റി നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും. പക്ഷെ എക്സ്പെൻഡിച്ചർ ദ സ്പെൻഡ് മണി ലൈക്ക് എനിത്തിങ് ബൈ ബോറോയിങ് ഹ്യൂജ് ലോൺ ഫ്രം വേരിയസ് ഗവൺമെന്റ് ഇന്റർനാഷണൽ ഏജൻസീസ്, ചൈനയെന്ന് അതേമാതിരി മറ്റും. ഇതിന് പലിശ കൊടുക്കണ്ടേ? എവിടുന്ന് ലോൺ എടുത്താലും പലിശ കൊടുക്കണ്ടേ? മോർഗേജ് ചെയ്യണ്ടേ? ചിലപ്പോ തുറമുഖം, പോർട്ട് മോർഗേജ് ചെയ്യേണ്ടി വരും. ഓരോരോ കാര്യത്തിന് ഓരോരോ ഇത് നമ്മൾ മോർഗേജ് ചെയ്യേണ്ടി വരും. ചിലപ്പോ രാഷ്ട്രത്തിന്റെ പകുതി ഇത് ചെയ്യേണ്ടി വരും, മോർഗേജ് ചെയ്യേണ്ടി വരും ചില സമയത്ത്. അങ്ങനെ പലതും ചിലപ്പോ യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ബസ് മോർഗേജ് ചെയ്യണം ലോൺ കിട്ടണം വെച്ചാൽ.
അല്ലെങ്കിൽ ബസ് ടെർമിനൽ അത് നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ ആ ബിൽഡിംഗ് നിങ്ങൾ ഇത് ചെയ്യണം. ലോൺ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ബിൽഡിംഗ് അവരുടെ ബാങ്കിന്റെ ആയിട്ട് പരിണമിക്കും. അപ്പോ ശ്രീലങ്കയില് അവിടെ കൺട്രോൾഡ് ആയിരുന്നില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. പക്ഷേ ടേക്ക് ദി എക്സാമ്പിൾ, ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, യു ടേക്ക് our India's we are very fortunate that after independence നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓട്ടോണമസ് ബോഡിയാണ്. പക്ഷേ അതിന്റെ ഗവർണർ ഇതെല്ലാം ഹൈലി പ്രൊഫഷണൽസ് ആണ്. മനസ്സിലായി? ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല. ആദ്യം മുതൽ ഇതുവരെ വളരെ അവര് നോക്കേണ്ടത് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി. മറക്കരുത്. ഇവിടെ ഒന്നും കൂടി പറയാനുണ്ട്. അത് ഞാൻ പറയുന്നില്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴല്ല, അനവധി വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലത്തെ ഫോറിൻ എക്സ്ചേഞ്ച് 4 ദിവസം 5 ദിവസത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒരു വാർ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇയർ പറയുന്നില്ല കേട്ടോ, വാറ് നമ്മുടെ ആർമി ഇതിൽ പെട്രോൾ അടിക്കാൻ പോലും കാശുണ്ടായിരുന്നില്ല. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഒക്കെ വന്ന് ഇന്ന് ഇന്ത്യ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കൺട്രീസ് ഇൻ ദ വേൾഡ് ആയിട്ട്. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ പ്രൊഫഷണൽസ്, നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രൊഫഷണൽ അങ്ങനെ കൈകാര്യം ചെയ്യാം. അപ്പൊ ഇവിടെ far as composition of the finance commission is concerned, there is no uniformity. കോമ്പോസിഷനിൽ യൂണിഫോമിറ്റി അത് നമുക്ക് ഓരോരോ വിധത്തിൽ നമുക്ക് ആ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ചെയ്യാം. വലിയ സ്റ്റേറ്റ് ആണോ ആയിരിക്കും അവിടെ 2 ആളും ചെയ്യാം. പക്ഷെ ചെറിയ സ്റ്റേറ്റ് ആണ് 15 20 ആവശ്യമില്ലല്ലോ. അപ്പോ യൂണിഫോമിറ്റി ഇല്ല മെമ്പേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്. നോക്കൂ, അസംബ്ലി സീറ്റ് തമിഴ്നാട് അസംബ്ലി സീറ്റും ഛത്തീസ്ഗഡ് നമ്മുടെ അസംബ്ലി സീറ്റ് 39 ലോകസഭ കോൺസ്റ്റിറ്റ്യുവൻസി ആണ് തമിഴ്നാട്. ഛത്തീസ്ഗഡ് ആകെ എത്ര കുറച്ച് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എല്ലാ സ്റ്റേറ്റും ഒരേമാതിരി അല്ല എന്ന് പറയുന്നത്. യൂണിഫോമിറ്റി ഇല്ല, നോട്ട് മച്ച് വേരിയേഷൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്. പക്ഷെ എല്ലാവരും ചെയർമാൻ ഉണ്ട്, പുതിയ മെമ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ ചെയർമാന് പ്രത്യേകം ഓർക്കണം, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആവരുത്. കാരണം പൊളിറ്റിക്കൽ ആവാം, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അത്രത്തോളം പ്രൊഫഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ വട്ടപൂജയായിരിക്കും നമ്മുടെ പുരോഗതി. എന്താ കാരണം എന്ന് വെച്ചാൽ, രാഷ്ട്രീയപരമായിട്ടുള്ള റെക്കമെൻഡേഷനിലൂടെ പോയിട്ടുണ്ടെങ്കിൽ സ്ഥിതി പരിതാപകരമായിട്ട് പരിണമിക്കും. അതായത് ഒരേ പാർട്ടിക്ക് അങ്ങടെ അനുകൂലമായിട്ട് അങ്ങടെ എല്ലാം ചെയ്താൽ തദൈവ മറ്റേ സ്ഥലത്ത്. കാരണം എന്താ വെച്ചാൽ, സ്പെഷ്യൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് in economic and financial matters regarding പഞ്ചായത്ത് രാജ് സിസ്റ്റം, അതിനെപ്പറ്റി അഗാധമായിട്ടുള്ള പരിജ്ഞാനമുള്ള ആളുകളെയാണ് വേണ്ടത്. സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, എന്താണ് മഹാത്മാഗാന്ധിയുടെ പണ്ടത്തെ ആളുകളുടെ, ബൽവന്ത് റായ് ഇതേമാതിരിയുള്ള ആളുകളുടെ ആ ഉദ്ദേശശുദ്ധി എന്താണ്, നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷൻ എന്താണ്, ഇതിനെ പറ്റിയിട്ട് പരിജ്ഞാനമുള്ള ആളുകളായിരിക്കണം ഇതിലത്തെ മെമ്പർമാര്. 2, രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പോരുത്. ഇത് ജനങ്ങളോടാണ് കളിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഭരണഘടനയുടെ ഒരു അമെന്റ്മെന്റിന്റെ ആണത്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് രാഷ്ട്രത്തിനോട്. വില്ലേജ് വളർന്നാലാണ് ഇന്ത്യ വളരൂ. മഹാത്മാഗാന്ധി അതാ പറയുന്നത്, ഇന്ത്യ ലൈവ് ഇൻ വില്ലേജസ്. ബാക്കി പറയണ്ടല്ലോ. സോ സ്പെഷ്യൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ എക്കണോമിക് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് റിഗാർഡിംഗ് മുനിസിപ്പാലിറ്റിയിൽ ഇതേ പ്രകാരമാണ്. നോക്കും, മുനിസിപ്പാലിറ്റിയിലും അതിന്റെ ഭരണം, കാരണം അത് ടൗൺ ആണ്. അപ്പൊ ടൗണ് വികസിക്കണ്ടേ? ടൗണ് അതിൽ റോഡ് വൈഡനിങ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ, ഡിജിറ്റലൈസേഷൻ, അതൊക്കെ മുനിസിപ്പാലിറ്റിക്ക് എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. പഞ്ചായത്തിന് വേണ്ട എക്സ്പെൻഡിച്ചർ കൂടുതൽ, കാരണം ടൗൺ ആണ് മുനിസിപ്പാലിറ്റി. മനസ്സിലായില്ലേ? അതില് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഉണ്ടായിരിക്കും, വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, അങ്ങനെ പല അതിന്റെ ഇലക്ഷൻ വേറെ. ഇനി വൈഡ് എക്സ്പീരിയൻസ് ആൻഡ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷനും ആവശ്യമാണ്. അതിൽ സെക്രട്ടറി ഉണ്ടാവും. ആ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റി പരിജ്ഞാനമാണ്. നിയമം, ലോ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓരോന്നിനെ പറ്റിയിട്ടുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ഓരോരോ കാര്യം, ടാക്സേഷൻ, അതിനെ പറ്റിയിട്ട് ഏതുണ്ട്, എത്ര നികുതി ചുമത്താം, വീട്ടിന് എത്ര, 2 നിലയ്ക്ക് എത്ര, ആനയ്ക്ക് എത്ര, മൃഗങ്ങൾക്ക് എത്ര, ഇതൊക്കെ ഉണ്ട്. ഓരോന്നിനുണ്ട്. വീട്ടിലൊരു ആന ഉണ്ടെങ്കിൽ അതിന് നികുതി ഉണ്ട്. അത് ഓരോന്നിനുണ്ട്. ബിൽഡിങ് എത്ര നില, അതനുസരിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്. ഓരോ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് മനസ്സിലാക്കണം ഇവിടുത്തെ സെക്രട്ടറി മറ്റവരൊക്കെ.
കാരണം ഒരു പൈസ മേപ്പെട്ടോ ഒരു പൈസ കീഴ്പ്പെട്ടോ ആവാൻ പാടില്ല. അതേമാതിരി ടോൾ പിരിക്കുന്ന എത്ര, ഒക്ട്രോയ് പിരിക്കുന്ന എത്ര, ആ ഒക്ട്രോയ് പിരിക്കുന്ന ആൾക്ക് അറിയേണ്ടത്. പിന്നെ സ്പെഷ്യൽ നോളജ് ഓഫ് എക്കണോമിക്സ് പറയണ്ടല്ലോ, ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. അടുത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ മെമ്പർമാരുണ്ടല്ലോ പബ്ലിക് സർവീസ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ, ചില സമയത്ത് അവരെ നീക്കം ചെയ്യാം. അതായത് മൈൻഡ് തലയ്ക്ക് സുഖമില്ലാതിരിക്കുക അങ്ങനെയുണ്ടല്ലോ ചില സമയത്ത് പല കാരണങ്ങളാൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാവും ചിലര്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലര് ബേസിക് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വി കനോട്ട് പ്രെഡിക്റ്റ് എനിത്തിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇന്ന് നമ്മളുണ്ട്, നാളെ എന്താണ് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് മെമ്പറാണ്, നാളെ എന്തെങ്കിലും സംഭവിച്ചുകൂടാ, ഇന്നില്ല. അപ്പൊ അൺസൗണ്ട് മൈൻഡ് ചില സമയത്ത് നോക്കൂ, പിന്നെ ഓർമ്മശക്തി നശിക്കുക. അയാൾ വിചാരിച്ചിട്ടാണോ? അയാൾ ഉണ്ടാക്കിയിട്ടല്ലോ, പെട്ടെന്ന് വരുന്നല്ലേ ഇതൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ. കാരണം അത്തരത്തിൽ ഒരാളെ പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം മാനസിക ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഒന്ന്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഹീസ് ആൻ അണ്ടർ ചാർജ് ഇൻസോൾവെന്റ്. കടം പേറിയ ഒരാള് പാടില്ല. നോക്കൂ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം കേൾക്കണോ? ഈ ഇലക്ഷനില് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ MLA-മാർക്ക് MP-മാർക്ക്. എന്തായാലും ഇതിന് നിങ്ങളുടെ പ്രോപ്പർട്ടി എത്ര, മകന്റെ പ്രോപ്പർട്ടി എത്ര, മകളുടെ പ്രോപ്പർട്ടി എത്ര, ഭാര്യയുടെ പ്രോപ്പർട്ടി എത്ര, ഇതെന്തിനാ? മാത്രമല്ല പ്രോപ്പർട്ടി അല്ല, അപ്പുറത്ത് വേറെയുണ്ട് നിങ്ങളുടെ ലയബിലിറ്റി എന്താണെന്ന് ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞത് ദ ഇൻസോൾവൻ ഉദാഹരണം ഞാൻ പറയാം, ഒരു നല്ലൊരു തമാശ. ഇപ്പോ ഇൻ കേരള വൺ ബൈ ഇലക്ഷൻ ഈസ് ഗോയിങ് ഓൺ ഇൻ കൊച്ചി. ഇവിടെ ഈ പോയിന്റ് ഇൻസോൾവന്റിന്റെ കാര്യം ഞാൻ പറയുന്നത് ഒരു ചെറിയ കൊച്ചു കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണ എന്താ പതിവ്, നമ്മുടെ പ്രോപ്പർട്ടി ചിലർ ലെസ് ആയിട്ട് കാണിക്കും. ഇവിടെ ഒരു സംഭവിച്ചത്, ഒരു കാൻഡിഡേറ്റിന്റെ, ഞാൻ പേര് പറയുന്നില്ല, ഒരാൾ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്താ കേസ് ഫയൽ ചെയ്തെന്ന് അറിയോ? അപ്പൊ ഒരു വശത്ത് എന്തെല്ലാം പ്രോപ്പർട്ടി നമുക്ക് കുടുംബഭാരം ഇതായിട്ട് കിട്ടിയത് എത്ര, ഭർത്താവിന്റെ എത്ര, ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ്, ഇതൊക്കെ കാണിക്കണം. അതിൽ കാണിക്കണം ഡിക്ലറേഷനിൽ. അപ്പുറത്ത് നമുക്ക് എത്ര കടണ്ട്, ബാങ്കിൽ എത്ര കട, ഈ ബാങ്കിൽ ഇത്ര, ആ ബാങ്കിൽ ഇത്ര, കോപ്പറേറ്റീവ് ബാങ്കിൽ ഇത്ര, ഇത് കാണിക്കണം. ഇവിടെ വന്ന ഒരു കാൻഡിഡേറ്റിന്റെ ജസ്റ്റ് 2-3 ദിവസത്തിന് മുമ്പ് ഒരാൾ കോടതി പോയിരുന്നു. അതും എനിക്ക് രസകരമായി തോന്നി. അതെന്താണെന്ന് വെച്ചാൽ, നിൽക്കുന്ന കാൻഡിഡേറ്റിന്റെ കടങ്ങൾ കാണിച്ചതില് ഒരു കടം കാണിച്ചില്ല, ഒരു ബാങ്കിലത്തെ ലോൺ കാണിച്ചില്ല, HDFC-യോ വേറെ. അപ്പൊ എന്താ ഇതെന്ന് മനസ്സിലാവുന്നറിയോ? നിങ്ങളെ കളിയാക്കരുതായാലേ. കാരണം ഒരു കടം ഒരു കടം കാണിച്ചിട്ടില്ല ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. കടങ്ങള് കൂടുതലാണ് എങ്കിൽ നമ്മുടെ മൈൻഡും പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ എന്താ പറയണ്ടേ, വി വിൽ ബിക്കം സംടൈംസ് മാഡ്. ഈ കടങ്ങളെ വീട്ടുക എങ്ങനെ? അല്ലെങ്കിൽ ചില സമയത്ത് ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ലയബിലിറ്റി മുഴുവൻ നമ്മുടെ തലയിലായിരിക്കും. അപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കടങ്ങൾ കൂടുതലുണ്ടെങ്കിൽ, ഗവൺമെന്റ് സർവീസിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൂടുതലുണ്ടെങ്കിൽ അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നോ ഫൈനാൻഷ്യൽ ഓർ എനി അതർ പിന്നെ വേറൊരു കാര്യം, അയാളുടെ അയാളുടെ ഫങ്ഷൻ അല്ലെ അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ്സോ ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റോ പാടില്ല. വേറെ പാർട്ട്ണർഷിപ്പോ, അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ട് അതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക, സൈഡ് ബിസിനസ് ചെയ്യുക പാടില്ല. പാർട്ട് ടൈം പാടില്ല. മനസ്സിലായില്ലേ ഇതൊക്കെ? പിന്നെ ടേംസ് ഓഫ് മെമ്പേഴ്സ്. ഇവർ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഹോൾഡ്സ് ഓഫീസ് ഫോർ സച്ച് എ പീരിയഡ്. അതായത് ഗവർണർ തീരുമാനിക്കുന്ന വരെ നിങ്ങളുടെ ആ ഓർഡറിൽ എത്രയുണ്ട്, 3 കൊല്ലം 3 കൊല്ലം, 5 കൊല്ലം 5 കൊല്ലം. അപ്പോയിന്റ് ഹിം, അതാണ് ഷാൽ ബി എലിജിബിൾ. പക്ഷേ രണ്ടാമതും അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമത് റീ അപ്പോയിന്റ്മെന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പ്രൊവൈഡഡ് ദാറ്റ് ഹി മേ ബൈ എ ലെറ്റർ അഡ്രസ് ടു ദി ഗവർണർ റിസൈൻ. അതായത് ചില സമയത്ത് 3 കൊല്ലത്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 2 കൊല്ലം കഴിഞ്ഞ് രാജിവെച്ചു വിചാരിക്കുക. അപ്പൊ ഒരു ലെറ്റർ സഹിതം രണ്ടാമത് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഗവർണർക്ക് കൊടുത്താൽ ഗവർണർ തീരുമാനിക്കാൻ കൊടുക്കണം, വേണോ വേണ്ടതെന്ന്. ഓക്കെ. ദെൻ കണ്ടീഷൻസ് ഓഫ് സർവീസ്. Chairman and members of the Finance Commission may render full-time or part-time service to the State Finance Commission. അങ്ങനെയുണ്ട്. ഡെപ്യൂട്ടേഷൻ ഉണ്ട്, പാർട്ട് ടൈം ആയിട്ടും. ചെയർമാൻ ഒക്കെ ചില സമയത്ത് ഇതായിരിക്കും കേട്ടോ. ചില സമയത്ത്
ഓൾ ടൈം ഓളുണ്ടായും പാർട്ട് ടൈം ആയിരിക്കും. കാരണം വളരെ ഉദാഹരണം പറയട്ടെ എങ്ങനെ എന്താന്ന്? നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ നമ്മുടെ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഒരു ഫൈനാൻസ് അഡ്വൈസർ നമ്മുടെ ഗീതാ ഗോപിനാഥ് ആയിരുന്നു പണ്ടത്തെ IMF-ന്റെ. എന്തായാലും അപ്പൊ അത് ഫുൾ ടൈം അല്ലല്ലോ. അപ്പൊ ഫുൾ ടൈം ഉണ്ടാവും, പാർട്ട് ടൈം ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് കാരണം പക്ഷെ ഉദ്ദേശം നല്ല ആളുകളെ അഡ്വൈസ് നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ ആ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ സ്റ്റെബിലൈസ് ചെയ്യുക, അതാണ്. സോ കമ്മീഷൻ ദ ഗവർണർ മേ ഇൻ ടച്ച് കേസ് സപ്ലൈ ആൻഡ് ദേ ഷാൽ ബി പെയ്ഡ്. അവർക്ക് സൂട്ടബിൾ എത്ര പൈസ കൊടുക്കണമെന്ന് നിയമമുണ്ട്. സാലറി അലവൻസ് എത്ര കൊടുക്കുന്നുണ്ട്, എത്ര കൊടുക്കണം, വീട്ടിന്റെ റെന്റ് എത്ര കൊടുക്കണം, കാറ് കൊടുക്കണോ, ഇതൊക്കെ ഗവൺമെന്റില് ആൾറെഡി നിയമങ്ങളുണ്ട്. അടുത്ത് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. ഒന്ന്, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പറഞ്ഞു. നെറ്റ് പ്രൊസീഡ് നികുതി പിരിച്ചത്, ഡിസ്ട്രിബ്യൂഷൻ ഓരോരോ ചില മുനിസിപ്പാലിറ്റിയിൽ നികുതി കൂടുതൽ പിരിക്കും, റവന്യൂ. ചില മുനിസിപ്പാലിറ്റിയിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ചിലയിടത്ത് കൂടുതലുണ്ടാവും. ഇപ്പൊ നാഷണൽ ഹൈവേയിൽ ഒക്ട്രോയ് ഇത് ടോള്, ചിലയിടത്ത് റോഡായില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് എങ്ങനെയാ ടോള്? മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ചെക്ക് പോസ്റ്റിലല്ലേ ചിലയിടത്ത് ഇത് ചെയ്യാൻ പറ്റി വരും. അവിടെ ടാക്സ്, അവിടെ ആ സ്ഥലത്ത് കുറെ ഡ്യൂട്ടിയും മറ്റേതൊക്കെ കൂടുതൽ കിട്ടും. അപ്പോ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് എത്ര ടാക്സ് കിട്ടിയോ അത് നമ്മുടെ ഗവൺമെന്റ് ലെവി ചെയ്യുന്നത്, അത് ഷെയർ ചെയ്യും. ദി ഡിറ്റർമിനേഷൻ ഓഫ്, പിന്നെ നികുതി എത്ര പിരിക്കണം, ഡ്യൂട്ടി എത്ര ചെയ്യണം, ടോളിന് എത്ര കളക്ട് ചെയ്യണം, കാറിന് എത്ര, ട്രക്കിന് എത്ര, ബസ്സിന് എത്ര, കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ എത്ര, ഇതെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കും. ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി, സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ചിലയിടത്ത് സെൻട്രൽ ഗവൺമെന്റ്, ചിലയിടത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. കാരണം സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്. ചിലയിടത്ത് സെൻട്രൽ നാഷണൽ ഹൈവേസ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, പിന്നെ ഗ്രാൻസ് ഇൻ എയ്ഡ്, അത് ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ടു ദ ലോക്കൽ ബോഡി. അതായത് കാരണം പൈസ തീരുണ്ടാവില്ലേ, ശമ്പളം കൊടുക്കാൻ ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ബോഡീസിന് കടം കൊടുക്കും. ചിലപ്പോൾ ഗ്രാൻഡ് ഇൻ എയ്ഡ് പറഞ്ഞാൽ ഒരു റിലീഫ്, ചിലപ്പോ പലിശയോട് കൂട്ടിയിട്ട്, ചിലപ്പോൾ പലിശയില്ലാതെ. പിന്നെ നീഡ് ടു ഇംപ്രൂവ്. അപ്പൊ പൊതുവേ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഫൈനാൻസ് കമ്മീഷൻ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ വിചാരിക്കുക ഗവർണർക്ക്. അപ്പൊ നമ്മുടെ സൗണ്ട് ഫൈനാൻസ് ഓർമ്മിക്കണം. ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ശരി വളരെ മിടുക്കന്മാരായ, എക്കണോമിക്സിൽ വളരെ കഴിവുള്ള ആളുകളായിരിക്കും അതിലുള്ള മെമ്പേഴ്സ്. അവര് കൊടുക്കുന്ന റെക്കമെൻഡേഷൻ, ഗവർണർ ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിരിക്കോട്ടെ, ഫൈനാൻഷ്യൽ പൊസിഷൻ നമ്മുടെ സ്റ്റേറ്റിന്റെ ലോക്കൽ ബോഡീസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. അത് അംഗീകരിക്കണം, എന്നാലേ സ്റ്റേറ്റിന് പുരോഗതി ഉണ്ടാവും. ഓക്കെ, നോ പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് ദിസ് എക്സിക്യൂട്ടീവ്. ഓക്കെ, നോ സമ്മണിങ് സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, കേട്ടോ, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, സമ്മണിങ്, ഇവർക്ക് ചില പവർ ഉണ്ട്. എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസസ്, ചില സമയത്തെ ഇവർക്കൊക്കെ പല കാര്യങ്ങളിൽ, പല കോടതി നിയമപരമായിട്ട് പല കാര്യങ്ങളുണ്ടാവും. റിക്വയറിങ്, അവര് ചോദിച്ച ചില ഡോക്യുമെന്റ് എല്ലാം നമ്മൾ ചോദിക്കും. അവര് എന്തെങ്കിലും ഡോക്യുമെന്റ് വേണം പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. പിന്നെ റിക്വസിറ്റിംഗ് പബ്ലിക് റെക്കോർഡ് ചില സമയത്ത് കൊടുക്കേണ്ടി വരും കോടതിയിൽ. ചിലപ്പോഴേ കോടതിയിൽ കേസ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ പഞ്ചായത്തിന്റെ പേരിൽ കേസ് കൊടുക്കുകയായിരിക്കും ഒരാള്. പല കേസുണ്ടല്ലോ ഓരോരോ പഞ്ചായത്തിനെ പറ്റിയിട്ട്. അപ്പൊ അത് അവര് കോടതി കേസ്, ഉദാഹരണം പറയുമ്പോ ഇവിടെ കിറ്റക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം അവർക്ക് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, അവർ കോടതി പോയി. അപ്പൊ അവര് റെക്കോർഡ് ചോദിക്കും. അവിടുത്തെ ആരാണ്, പഞ്ചായത്തോ ആരാണെന്ന് വെച്ചാൽ ആ പഞ്ചായത്തിൽ നിന്ന് കംപ്ലീറ്റ് റെക്കോർഡ് ചോദിക്കും അവര്. അപ്പൊ അത് കോടതി സബ്മിറ്റ് ചെയ്യണം. അപ്പൊ റെക്കോർഡ് മെയിൻ്റനൻസ് ഈസ് വെരി 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 എസെൻഷ്യൽ. പിന്നെ വർക്കിംഗ് ഓൺ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഓവർവ്യൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ റവന്യൂവും എക്സ്പെൻഡിച്ചറും തമ്മിൽ വളരെയധികം ഗ്യാപ്പ് ഉണ്ട്, ഇംബാലൻസ് ഉണ്ട്, സിമിലാരിറ്റി ഇല്ല. മുനിസിപ്പാലിറ്റിയിൽ അതേ പ്രകാരം ചെറിയ മുനിസിപ്പാലിറ്റി, ഫൈനാൻഷ്യലി സൗണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റി ഓൺ ഹയർ ലെവൽസ് ഓഫ് ഗവൺമെന്റ്, പിന്നെ ചിലയിടത്ത് ടാക്സ് ഇല്ല, ടാക്സ് ബേസ് ഇല്ല, കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചിലയിടത്ത് ഇല്ല, അതിനുള്ള സാഹചര്യം ഇല്ല. ഇൻആഡിക്വേറ്റ് റിസോഴ്സ് മൊബിലൈസേഷൻ ബൈ ദ മുനിസിപ്പൽ കമ്മിറ്റി. അവർക്ക് പൈസ വേണമെന്നുണ്ട്, പക്ഷെ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഏത് മുഖാന്തരം കളക്ട് ചെയ്യുക? സപ്പോസ് അവിടെ എംപ്ലോയ്മെന്റ് ഇല്ല വിചാരിക്കുക, പിന്നെ ഇങ്ങനെ പ്രൊഫഷണൽ ടാക്സ് കിട്ടുക. ഒരു റൂറൽ ഏരിയ ആണ് വിചാരിക്കുക, അവിടെ അല്ലെങ്കിൽ ഒരു ഇതാണെന്ന് വെച്ചാൽ അവിടെ ഇൻഡസ്ട്രീസ് ഒന്നും കൂടുതൽ വിചാരിക്കുക, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പ്രൊഫഷണൽ ടാക്സ് കിട്ടുക. എംപ്ലോയീസ് വർക്ക് ചെയ്തല്ലേ ഇത് കിട്ടൂ. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ
distribution between the state and local bodies, net proceed tax, determination of duty, toll, fees, അതൊക്കെ പറഞ്ഞു, which may be assigned appropriate local, ഓരോരോ ഇതൊക്കെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഓരോരുത്തർക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് പഞ്ചായത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. നിയമങ്ങളുണ്ട്, പിന്നെ മുനിസിപ്പൽ ആക്ട് ഉണ്ട്, പഞ്ചായത്ത് രാജ് ഇതിന്റെ ആക്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ ഭരണഘടന. സോ ഗ്രാന്റ് എയ്ഡിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്, ഗവൺമെന്റാണ് തീരുമാനിക്കുക. എനി അതർ മാറ്റർ അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊസീജിയർ ആൻഡ് പവർ അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അടുത്ത മേജർ കൺസേൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നോക്കൂ. പല സ്റ്റേറ്റും ഈ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. വളരെ വളരെ ഒരു മോശമായിട്ടുള്ള, ചിലയിടത്തെ നെവർ മൈൻഡ് മെന്റാലിറ്റി, പക്ഷേ അത് ഹാനികരമായിട്ട് പരിണമിക്കും. അപ്പൊ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ചില സ്റ്റേറ്റ് ഗവൺമെന്റ് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് തെറ്റായ പോക്കാണ്. രണ്ട്, they are not submitting the reports in time. Like, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്ന റിപ്പോർട്ട്, ചോദിക്കുന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിക്കുന്ന റിപ്പോർട്ടോ ചിലപ്പോൾ കൊടുക്കുന്നില്ല ഇവര്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ കുരുടൻ ആനയെ കണ്ട മാതിരി, ഇതിപ്പോ എത്ര പൈസയാണ്, എന്താണ് പൈസ, ഇപ്പൊ വാക്സിനേഷൻ കൊടുത്തോ, മറ്റേത് കൊടുത്തോ, മരുന്ന് അവിടെ ഉണ്ടോ, ഒന്നും അറിയില്ല അവർക്ക്. അപ്പൊ സബ്മിഷൻ ഓഫ് ദ റിപ്പോർട്ട്, പീരിയോഡിക് റിപ്പോർട്ട്സ്, അത് ചില സമയത്ത് കൊടുക്കുന്നില്ല, പ്രൊഫഷ്യൻസി കാണിക്കുന്നില്ല. പിന്നെ വളരെ ബിഗ് ടാസ്ക് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്. പിന്നെ ചില റിലയബിൾ ഡാറ്റ കൊടുക്കുന്നില്ല. ഇപ്പൊ മലേറിയ, ചിലയിടത്ത് ചിക്കൻ പോക്സ്, എത്ര ഉണ്ടെന്നുള്ള ഡാറ്റ കൊടുത്താലല്ലേ ഗവൺമെന്റിന് അറിയുന്നത്, പഞ്ചായത്തല്ലേ കൊടുക്കേണ്ടത് അത്. അപ്പോ അവരുടെ ആശാ വർക്കർ ഉണ്ട്, അവർ കൊടുക്കണ്ടേ, എത്ര കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്തോ, കോവിഡിന്റെ കൊടുത്തോ, മറ്റേ ബൂസ്റ്റർ കൊടുത്തോ, അവർ കൊടുത്താലല്ലേ അവർക്ക് അറിയൂ. അപ്പോ ലാക്ക് ഓഫ് ഡാറ്റ. പിന്നെ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്സ് ആർ സീൻ ടു ബി ഇൻഫീരിയർ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ചിലവരെന്താ ഓർക്കണം, അയ്യോ ഇത് ചിലത് പഞ്ചായത്ത്, ഇതൊക്കെ ചെറിയ അതല്ലേ, നമ്മുടെ അസംബ്ലി മറ്റേതൊക്കെ അതല്ലേ വലുത്. ഇന്ന് അതല്ല, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻറ്റ്. 1ാം ക്ലാസ് പഠിക്കാതെ 2ാം ക്ലാസ്സിൽ എത്തുവോ? 2ാം ക്ലാസ് പഠിക്കേണ്ട 3ാം ക്ലാസ്സിൽ എത്തുവോ? എന്തായിരിക്കും സ്ഥിതി? 1ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ അതേ പ്രകാരമായിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യുക. ഓക്കെ, അടുത്ത്. അപ്പൊ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ, ഫൈനാൻസ് ഈസ് ദ ഫ്യൂൽ ഓഫ് എൻജിൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. ഫൈനാൻസ് ഇല്ലാണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാവരും കാശ് വേണ്ടേ? എന്നും ആലോചിച്ച്, കാശില്ലാണ്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റുക? എല്ലായിടത്തും എക്സ്പെൻഡിച്ചർ ഇല്ലേ? എല്ലായിടത്തും ഇലക്ഷന്, ഇവരുടെയൊക്കെ ഇലക്ഷൻ നടത്തണം, ഇവർക്ക് ശമ്പളം കൊടുക്കണം, എന്തെല്ലാം ഗവൺമെന്റിന് ഓബ്ലിഗേഷൻസ് ഉണ്ട്. പിന്നെ ഇറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി പോയിന്റഡ് ഔട്ട് ദാറ്റ് ഗവേണൻസ് ഈസ് ക്വൈറ്റ് ക്ലോസ് ടു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. പിന്നെ ഏറ്റവും സൗണ്ട് ഫൈനാൻഷ്യൽ, അതാണ് ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ തീരുമാനിച്ച ബെസ്റ്റ് പഞ്ചായത്ത്, അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് അധികം കടമെടുക്കാതെ ജനങ്ങളെ പ്രീതിപ്പെടുത്തി നല്ല സർവീസ് റെൻഡർ ചെയ്ത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് പലരും, പല പല നല്ല കാര്യങ്ങളും ചെയ്ത്. ദിസ് ഈസ് ക്വൈറ്റ് റിലവന്റ് ടു ലോക്കൽ ഗവൺമെന്റ്. ദി എഫിഷ്യൻസി ഓഫ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രേറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫൈനാൻസ്. ഈ എഫിഷ്യൻസി വേണം എന്നുണ്ടെങ്കിൽ അവിടെ പൈസ വേണം. ആ പൈസ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം അവിടെ. പിന്നെ ക്രിയേറ്റ് പറഞ്ഞാൽ ബ്രൈബ് മേടിച്ചിട്ടല്ല കേട്ടോ, അതും കൂടി ശ്രദ്ധിക്കണേ. യു ഹാവ് ടു ക്രിയേറ്റ് സം ആക്ടിവിറ്റീസ്. ദെൻ although there is a long list of, അതായത് മാർക്കറ്റ് ഇതൊക്കെ പലതുണ്ട്, ബിൽഡിംഗ് അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ although there is a long list of financial resources to these institutions, these significant institutions suffer from the ഏറ്റവും വലിയ പ്രശ്നം, അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പഞ്ചായത്തിന്റെ കീഴില്. ചിലയിടത്ത് സ്കൂളുണ്ട്, പ്രൈമറി സ്കൂളുണ്ട്, ഇത് ഓടിക്കാൻ കാശ് വേണ്ടേ, ടീച്ചർമാർക്ക് കാശ് കൊടുക്കാൻ കാശ് വേണ്ടേ. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതേമാതിരി പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, ഓടിക്കാൻ അതിന് മരുന്ന് വാങ്ങണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ യെസ്, then over the years, through the report, State Finance Commission have made a series of valuable recommendations which can go a long way to strengthen the financial heel of the local bodies, provided these are substantially implemented by the state government. അപ്പൊ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ഏറ്റവും വാല്യുബിൾ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ അത് ഹെൽത്ത് നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേമാതിരി വളരെ സത്യസന്ധതയോടുകൂടി ഹാർഡ് വർക്കിങ്ങിലാണ് നമ്മുടെ ഇത് ഫങ്ഷൻ ചെയ്യണം. അതേമാതിരി ഡെമോക്രാറ്റിക് വേ, അതേമാതിരി ഇലക്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഓഡിറ്റ് വേണം. ചിലയിടത്തെ പഞ്ചായത്തിന്റെ ഓഡിറ്റ് ഇല്ല,
ആ ഓഡിറ്റ് ഇതൊക്കെ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് പ്രൊസീജിയറും ഇതെല്ലാം പ്രോപ്പർ നടന്നത്. ഓക്കെ, സോ താങ്ക് യു.